കിട്ടാതെ കണ്ട് കട്ടിങ് സൈഡ് എന്തുകൊണ്ട് ഇടിച്ചു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും മന്ത്രിമാർക്ക് കഴിഞ്ഞോ, ഏതെങ്കിലും പഞ്ചായത്തുകാർക്ക് കഴിഞ്ഞോ? ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാലും പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കരുത്. ഇവിടുത്തെ മന്ത്രിമാരും എല്ലാവരും ഇപ്പൊ ഈ മന്ത്രിമാരും എല്ലാമാരും ഞങ്ങൾക്ക് തരാന്ന് പറയും, ഞങ്ങളെ വേറെ എങ്ങോട്ടും മാറ്റി പാർപ്പിക്കാന്ന് പറയും. എന്നിട്ട് ഞങ്ങൾക്ക് തരുന്ന കക്കൂസിന്റെ വലുപ്പം പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് താമസിക്കും. പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? ആരും തിരിഞ്ഞു നോക്കൂല. എല്ലായിടത്തും ആഗ്രഹമില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമല്ല? സത്യം, പരിപൂർണമായിട്ടും അതെ. ഇത് ആൾക്കാർക്ക് അപകടം ജനിപ്പിക്കുന്ന രീതിയിലല്ലേ റോഡ് പണിതാക്കുന്നത്? ഈ സൈഡ് വാള് ഒരു ക്രമത്തിൽ അധികം വട്ടമല്ലേ അരിഞ്ഞാക്കുന്നേ? കടും തൂക്കനെയാണ് ഈ മണ്ണെടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ പണിത് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ മണ്ണെടുക്കുമ്പോൾ സാധാരണയായിട്ടൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ മണ്ണെടുക്കാൻ. ഈ മണ്ണെടുക്കാത്ത രീതിയിലെ മണ്ണ് കടും കുത്തനെ തൂക്കം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മേളിൽ നിന്ന് എല്ലാം കൂടി ഇടിഞ്ഞു വരുന്നത്. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇനി അപകടം ഉണ്ടാകാൻ സാധ്യത. ഇനിയിപ്പോ വളരെ മുതല് മൂന്നാർ വരെ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരാളെ പോകുള്ളൂ, ഇനി വരുന്ന ടൂറിസ്റ്റുകളും മറ്റുള്ള യാത്രക്കാരും പോകും. അന്നും ഈ പറയുന്ന മന്ത്രിമാർ വന്നിട്ട് ഞങ്ങൾ 5 ലക്ഷം കൊടുത്തു 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോകല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഇതിൻ്റെ എണ്ണം അറിയാവുള്ളൂ. എല്ലാം വാക്കിലാ. ഇപ്പോൾ വയനാട് തന്നെ എന്തോരം ആൾക്കാർ മരിച്ചു, എത്ര പേർക്ക് കിട്ടി? പറഞ്ഞ കാര്യങ്ങൾ 100% ഞങ്ങൾ അംഗീകരിക്കുന്ന റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ബിജുവിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഇക്കയും ഈ റൂട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ പറയുന്നത്. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള നടപടികളാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടത്. ഇത് അങ്ങനെയല്ല, അപകടം ജനിപ്പിക്കുന്ന രീതിയിലും ഇതല്ല വേണ്ടത്. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഭാഗത്തും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. ഏതെങ്കിലും കാലത്ത് റോഡൊക്കെ പണിയണമെങ്കിൽ ഫില്ലിംഗ് സൈഡ് കിട്ടുക, അതിനുശേഷം കട്ടിങ് സൈഡ് ഇടിക്കാൻ മന്ത്രിമാരായാലും ആരായാലും പറയാവുള്ളൂ. ഇതാ ഫില്ലിംഗ് സൈഡ് കെട്ടിപ്പോയെങ്കിൽ ഈ കട്ടിങ് സൈഡ് ഇടിയില്ലായിരുന്നു. ഇടിയല്ല ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഏതെങ്കിലും പുറമ്പോക്കിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടുമ്പോഴത്തേക്കും പറയാൻ പാടില്ലേ അരുത് എന്ന് പറയാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പവറില്ലേ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല അരുത് എന്ന് പറയാതെ തന്നെ? എന്തുകൊണ്ടാണ് ചെയ്യാത്ത? അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ അരുത് എന്ന് പറഞ്ഞു വേണം കാര്യങ്ങൾ നടത്താൻ. അത് ചെയ്യാതെ കണ്ട് വരുന്നതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ കുരുതി കഴിക്കണം. ആണോ? ഇത് പറയാൻ ആരാളുള്ള ഈ നാട്ടില്ല? ഒരുത്തരുമില്ല. ഇന്ന് ബിജുവിന് പോയി, നാളെ എനിക്ക് പോകും, നാളെ കഴിഞ്ഞ് അദ്ദേഹം നിൽക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ മഴ പെയ്തായിരുന്നെങ്കിൽ അടിമാലി ടൗണിൻ്റെ പകുതിയില്ല, 10ാം വാർഡിൻ്റെ പകുതിയില്ല. അടിമാലി ഗവൺമെൻറ് ആശുപത്രിയുടെ കാഷ്വാലിറ്റി സഹിതം തകർന്നു പോകും. അതിൻ്റെ ഇവരാരും മനസ്സിലാക്കാത്ത? ഇവിടെ 100 കണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഇതിലെ വണ്ടി യാത്ര പോലും ഗതാഗതം പോലും നടക്കാത്ത അവസ്ഥ വരും. ഈ നാട്ടുകാരുടെ വിഷമമാണ് ഈ ചാനലിന് മുമ്പ് മാറ്റിക്കോ എന്നും പറഞ്ഞ് തുണിയും പൊക്കിക്കൊണ്ട് ഞങ്ങളെ അവിടെ പോയി കിടക്കാനാ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരുമായിട്ട്.